मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया। मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया आ तू चलिया। प्यार की गलियां, बागों की कलियां, सब रंग रलिया पूछ रही है। प्यार की गलियां, बागों की कलियां, सब रंग रलिया पूछ रही है, गीत पंखड़ पे किस दिन गाएगी तू, मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया। फूल सी खिल के पास आ दिल के, दूर से मिल के चैन आए। फूल सी खिल के पास आ दिल के, दूर से मिल के चैन आए, और कब तक मुझे तड़ पाएगी तू, मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया। क्या है भरोसा आशिक दिल का और किसी पे ये आ जाए, क्या है भरोसा आशिक दिल का और किसी पे ये आ जाए, आ गया तो बहुत पछताएगी तू, मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया। मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया। चलिया आ तू चलिया, चलिया तू चलिया। What a song. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം, നോ സൈഡ് എഫക്ട്സ്. സൂപ്പർ പെർഫോമൻസ് സഞ്ജയ്. ഇതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ പെർഫോമൻസ് അതിൽ കൊണ്ടുവരാം എന്ന് ചിന്തിച്ച് അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ആളാണ് സഞ്ജയ്. ബിഗ് താങ്ക്സ് ടു സാഹുലേട്ടൻ. ചോദിക്കാം നമുക്ക്. ഇവിടെ ഭയങ്കര ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ട്, നമുക്ക് ആളോട് തന്നെ ആദ്യം ചോദിക്കാം. എം ജി സാർ, സാർ ഓർക്കസ്ട്ര ഒക്കെ അവിടെ നിന്ന് വായിക്കും. മോനെ, ഈ പാട്ട് എന്തൊരു ഇമ്പാക്റ്റ് ആണെന്നറിയോ. നമ്മൾ പബ്ലിക്കിന്റെ ഇടയിൽ പാടിക്കഴിഞ്ഞുണ്ടല്ലോ, അവർ ഇപ്പോഴും നമ്മുടെ ഒരു ഷോയ്ക്ക് ഈ പാട്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഒന്നൊന്നര ഇളക്കമായിരിക്കും. ഈ പാട്ടൊക്കെ എന്തൊരു രസമാണെന്ന് അറിയുന്നത്. പാടുമ്പോ തന്നെ നമുക്ക് എന്തൊരു
ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ സോങ്. മുഹമ്മദ് റാഫി എന്ന് പറഞ്ഞൊരു വലിയൊരു ലെജൻഡ് നിൽക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനോട് ഒട്ടും സാമ്യമില്ലാത്ത ഒരു സ്റ്റൈലും ഒരു വോയിസുമായിട്ടാണ് കിഷോർജി വന്നത്. അതങ്ങ് ഏറ്റു. അത് കൂടുതലും പാടിയിരിക്കുന്ന ഐ തിങ്ക് ഇറ്റ്സ് ഫോർ രാജേഷ് ഖന്ന. ഒരുപാട് പാട്ട്, എത്ര പാട്ടുകളാണ്. ആഹാ. അപ്പം മോൻ നന്നായിട്ട് പാടി. പക്ഷെ ഇതിനകത്ത് അതായത് നിങ്ങൾ ആ താളം ഇട്ട് ഋതം വായിച്ച് അവിടെ തന്നെ मेरे सपनों की रानी कब आएगी तू, അതാണ് आए रुत मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया मेरे सपनों की कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया आ तू चलिया. ഇത്തിരി വിബ്രേറ്റം കൂടെ. ഓക്കെ. അത് അവിടെ ആ ഒരു ഇത്തിരി വിബ്രേറ്റ് വന്നാലേ ആ പാട്ടിന്റെ ആ ഫീലിൽ വരത്തുള്ളൂ. പിന്നെ ഏതോ ഒരു 1-2 സ്ഥലം കബ് തക്ക് और कब तक मुझे तड़पाए അവിടെ നമ്മുടെ സംഗതി അത് വന്നു കഴിഞ്ഞാൽ പോയി. പായേ ദാരേ പ്ലെയിൻ നോട്ട് അത് തന്നെയാണ്. मुझे तड़पाए पाएगी तू. ഓക്കെ. മോനെ ആ മലയാളത്തിന്റെ നമ്മുടെ ഒരു ക്ലാസിക്കൽ ഇതിന്റെ ഒരു ഇത് വരുന്നുണ്ട്. മാറ്റിയാൽ മതി, കുഴപ്പമില്ല. പക്ഷെ പാട്ട് നന്നായിട്ട് പാടി. പിന്നെ ചലിയ അവിടെയൊക്കെ ശകലം പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാ ഡാൻസ് ഇത് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്തോ ഡാൻസ് കോൺസെൻട്രേറ്റ് ചെയ്തോ? രണ്ടിലും പോവാതെ ഡാൻസ് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടും കൊള്ളാൻ മോനെ, പ്രശ്നമൊന്നുമില്ല. ഈ ഒരു സ്റ്റൈല് ഈ കിഷോർ ദായുടെ ഒരു സ്റ്റൈൽ ഒന്ന് അഡോപ്റ്റ് ചെയ്താൽ മതി, ബാക്കി എല്ലാം ഓക്കെ. ഇതിൽ ഒന്നും പറയാനില്ല. ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും പറയണോ? വേണ്ട. പറഞ്ഞാലും കുഴപ്പമില്ല സാർ. അല്ല, ഇത് ആരെ ആലോചിച്ചോണ്ടാ പാടി? വെറുതെ എന്റെ അടുത്ത് ചോദിച്ചില്ലേ ചോദിക്കാന്? ആരെങ്കിലും ആലോചിച്ചായിരുന്നു? സത്യം പറ. ഇല്ല, അങ്ങനെ ആലോചിക്കാൻ ആരുമില്ല. അയ്യോടാ, അതൊരു ഗൽഗതത്തോടു കൂടിയാ പറയുന്നത്. ആലോചിക്കാൻ ഉടനെ തന്നെ ഉണ്ടാവട്ടെ, അതോടെ എല്ലാം കഴിയൂടാ. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. നന്നായിരുന്നു. താങ്ക് യു സർ. ചേച്ചി സഞ്ജയ് മാം, കാലക്കി. താങ്ക് യു. എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഇപ്പം MG സാർ പറഞ്ഞ മാതിരി ഈ പാട്ട് എപ്പോൾ കേൾക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി വരും, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വരും. ഏതോ ഒരു കാലഘട്ടത്തിൽ ഒരു മാജിക് വേൾഡിലേക്ക് എത്തിയ പോലെ ഒരു ഫീലിംഗ് വരും. അങ്ങനെ ഒരു സൂപ്പർ സെലക്ഷൻ. ആരാണ് സെലക്ട് ചെയ്തത്? ഞാൻ തന്നെ സെലക്ട് ചെയ്തത്. അപ്പൊ നിനക്കാണ് ഏറ്റവും വലിയ കയ്യടി. താങ്ക് യു. ഉഗ്രൻ സെലക്ഷൻ. നന്നായി പാടി. ഇപ്പം ആ ഒരു അതിന്റെ ഒരു രീതി കണ്ടോ സർ? അത് മാറ്റി പാടിച്ചപ്പോഴത്തേക്ക് അതാ ആ ഒരു സ്റ്റൈല് കുറച്ചുകൂടെ കൊണ്ടുവരാമായിരുന്നു. അതർവൈസ് സിംഗിങ് വൈസ് സൂപ്പർ സിംഗറാണ് സഞ്ജയ്. ആ ഒരു ഇതിനകത്ത് കിഷോർ ദായുടെ പാട്ടുകൾ ഫുൾ ഓഫ് എക്സ്പ്രഷൻസ് ആണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ നമ്മളിപ്പോൾ സ്റ്റേജിൽ അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? സ്റ്റേജിൽ പാടുന്നത് നിന്ന് ഉരുണ്ട് കിടന്ന് ചാടി ഇങ്ങനെയൊക്കെയാണ്. ഭയങ്കര പെർഫോമറാണ് സ്റ്റേജിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോസ് കാണാൻ പോകുമ്പോൾ അത് പാട്ട് കേൾക്കുക മാത്രമല്ല കാണാനും ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു സിനിമാറ്റിക് ഫീലില്ലേ, അത് തന്നെയാണോ ആ ഒരു പെർഫോമൻസ് ഓൺ ദ സ്റ്റേജ് ലൈവ് പാടുമ്പോഴത്തേക്ക് കൊണ്ടുവരുന്നത്. ഭയങ്കര ഒരു സിംഗറാണ്. ഉഗ്രൻ കിഷോർ ദായുടെ ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തതിൽ യോഡ്ലിംഗ് ഒക്കെ ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. എത്രയോ പാട്ടുകൾ, എത്ര പാട്ടുകൾ. അപ്പൊ മോനെ ഫാന്റാസ്റ്റിക്. എനിക്ക് ഇതിൽ ആകപ്പാടെ തോന്നിയ ഒരു കാര്യം കുറച്ച് ആ ഒരു ആക്സെന്റ് വരാമായിരുന്നു. അതിന്റെ ഒരു സ്റ്റൈലല്ലേ, കുറച്ച് ഗമകാസ് കൂടിയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഇടയിലൊക്കെ. പക്ഷെ ഈ പാട്ടിന് ഒരു ഓളമുണ്ട്. ആ പാട്ടിന്റെ ആ ഓളത്തിൽ നമ്മളങ്ങ് എൻജോയ് ചെയ്തങ്ങ് പോയി. നമ്മുടെ ഓർക്കസ്ട്ര പറയാതിരിക്കാൻ വയ്യ, മനോഹരമായിരുന്നു, സൂപ്പർബായിരുന്നു.
എന്തായാലും ശരിക്കും ഇങ്ങനൊരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു പിക്ചറൈസേഷനെ ഒരു ട്രെയിനിൽ പോകുന്ന സീക്വൻസിൽ ഒരു ട്രെയിനും ഒരു വണ്ടി ഇപ്പുറത്ത് ഓടിച്ചോണ്ടിരിക്കും, അത്രേ ഉള്ളൂ. ആ ട്രെയിനിന്റെ ആ സൗണ്ടുമായിട്ട് ഇത് മാച്ച് ചെയ്തിട്ടാണ് അതിന്റെ ഒരു മ്യൂസിക് പോയിരിക്കുന്നത്. ഭയങ്കര ക്രിയേഷനെ ആലോചിച്ച് ഇമാജിൻ ചെയ്ത ഒരു രീതി. ഉഗ്രൻ. ക്രിയേറ്റേഴ്സിന് ഒരു വലിയൊരു പ്രണാമം ഈ ഒരു അവസരത്തിൽ. ഗോഡ് ബ്ലെസ് യു മനു. താങ്ക് യു ചേച്ചി. ശരത് സർ. എടാ ചക്കരെ, സാറേ, എടാ CID മൂസേ, എടാ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സാറേ. ഇത് ആകെ ഉള്ള കുഴപ്പം എന്താണെന്നറിയാം? ഇപ്പോൾ ഒന്ന് ശ്രുതി തരാൻ പറ്റുമോ രജത്ത്? ദീത്താന ദേ അങ്ങനെ ആക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ കച്ചേരി സ്വരം പാടാൻ തോന്നുന്നത്. ദരാനി അത്ര മതി. ദീനി അത് മതി. നാക്കുമ്പോഴത്തേക്ക് നമ്മളും അല്ല അതും അല്ലാത്തൊരു കണ്ടീഷൻ വരും കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ മോനെ ഈ നീനാന മതി. അവിടെ അത് വേണ്ട. ആ വിബ്രാട്ടോ അതൊരു ഓടായിട്ട് ഫീൽ ചെയ്യും. അത് അങ്ങനെ കുറച്ചും കൂടെ പ്ലെയിൻ ആണെങ്കിൽ അത് ബെസ്റ്റ്. മതി. തൂ അത്രയും വേണ്ട. തൂ അത് മതി. മതി മതി. കാര്യം നീ എനിക്ക് പറയാനുള്ള പ്രധാനമായിട്ടുള്ള ഈ പാട്ടിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം പഠിച്ചിട്ടുണ്ടാവാൻ. നമ്മൾ ഒരു ചോദ്യത്തിന് പോലും നീ മിഴങ്ങിയസയാന്ന് പറഞ്ഞ് നിന്നില്ല. എല്ലാം നല്ല അതിമനോഹരമാണ്. എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെ ആവരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഈ പടവും ഒരു 4-5 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവില്ലേ? അല്ലേ? വീഡിയോ കണ്ടല്ലോ. ഓ വല്ലാത്തൊരു എനർജിയാണ് ഈ പാട്ടിന്. അത് പ്രത്യേകിച്ച് കിഷോർ ദായുടെ സിംഗിങ്, ആ റെൻഡറിങ് സ്റ്റൈല് ഒരു നിവൃത്തിയില്ല. മുഹമ്മദ് റാഫി സാബ് ഇങ്ങനെ അലുവ കഷണങ്ങൾ ഓരോന്ന് ഇങ്ങനെ വാരി എറിയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു പുതിയൊരു ഐറ്റമായിട്ട്, അതുകൊണ്ടാണ് അദ്ദേഹം നിന്നത്. ഇപ്പൊ റാഫി സാഹിബിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വരുന്നത് ഒറിജിനലായിട്ട് റാഫി സാഹിബ് ഉള്ളപ്പോൾ എന്തിനാണ് അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ്? ഒരു സിറോക്സിന്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെതായിട്ടൊരു പാത്തോസ് പാടിയാലും മൂക്കള പിടിഞ്ഞൊന്നും പാടത്തേ ഇല്ല. അതങ്ങ് സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ടാണ് സിംഗിങ്. അദ്ദേഹത്തിൻ്റെ ലൈവ് ഷോകൾ വീഡിയോസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്ത് രസമാണെന്നറിയാം നിന്ന് പാടുന്നത് കാണാനേ. ഭയങ്കര ചില മൂമെൻറ്റ്സ് ഒക്കെ അദ്ദേഹം ചെയ്യുന്ന ഒരു നിവൃത്തിയില്ല. ചില പാട്ട് ഞാൻ കേൾപ്പിച്ചുതരാം നിനക്കേട്ടോ. അതൊക്കെ കാണണം നിങ്ങൾ. അപ്പം ചക്കരെ പഞ്ചാരെ CID മൂസേ, നീ നന്നായിട്ട് പാടിയതാ. എനിക്ക് കുറേ ഇഷ്ടമായടാ ചക്കരെ. പിന്നെ എനിക്ക് വേണ്ടി നമ്മുടെ രജത്തും സംഘവും ഇതിന്റെ പിറകിൽ ഇത്രയും ഇതിനെ ബ്യൂട്ടിഫൈ ചെയ്യുന്ന അതിന്റെ ഒരു ഓർക്കസ്ട്രേഷൻ ഉണ്ട്, അതിന്റെ ഒരു സ്ട്രിങ് അറിയുന്നുണ്ട്. അവര് മൊത്തം നേരം അവർ വായിച്ചോണ്ടിരിക്കുക. അപ്പൊ അത് നമുക്ക് ആ പാട്ടില്ലാതെ അത് മാത്രം ഒന്ന് കേൾക്കാം. ഒരു 1 2 3 കൊടുത്തിട്ട് പല്ലവി. ഇതൊക്കെ അത് ലൈവ് അവിടെ അത്രയും പേര് വായിക്കുമ്പോഴേ അവരുടെ കൂടെ നിന്ന് പാടുന്ന എന്തൊരു സുഖമായിരിക്കും. സുശീലാമ്മ പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ, ശരത് മുന്നേ എല്ലാം പാടുമ്പോൾ നമ്മുടെ കൂടെ കുറേ ഒരു 100 പടയാളികളുള്ളപ്പം നമ്മൾ പാടുന്ന അത്ര ധൈര്യത്തിൽ പാടാൻ പറ്റും. അത്ര ഓർക്കസ്ട്ര ഉള്ളപ്പോഴേ എല്ലാം കണ്ടല്ലേ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഇക്കാലത്ത് അങ്ങനല്ലല്ലോ. ചിലപ്പോൾ സുശീലമ്മ മാത്രമേ കാണത്തുള്ളൂ, റെക്കോർഡിങ് എഞ്ചിനീയർ. അത് ரொம்ப பயமாக இருக்கும் എനിക്ക് പാടുறதுக்கு എന്ന് പറഞ്ഞാൽ അതൊരു വൈബാടാ. നമ്മൾ റിഹേഴ്സ് ചെയ്ത് പണ്ടനൊക്കെ അറിയാതെ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ ഒരു ഇമ്പാക്റ്റ് ഒന്ന് കണ്ണൂർ രാജമാഷ്ട ചിത്രത്തിൽ മറ്റേ ദൂരക്കിഴക്ക് ദിക്കിൻ എന്നുള്ള പാട്ടുണ്ട്. അപ്പോൾ AVMG സ്റ്റുഡിയോ. ഞാൻ സത്യം പറഞ്ഞാൽ അതിനകത്തോട്ട് കയറുമ്പോൾ കയറാൻ സ്ഥലമില്ല. മൊത്തം വയലിന് വിയോളോ ചെല്ലോ ഡബിൾ ബാസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ അങ്ങ് അറ്റം വരെ കീബോർഡ് ഇതെല്ലാം ഇരിക്കുന്നു. ആദ്യത്തെ തരതര 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 എൻ്റെ അമ്മേ. അതിന്റെ നടുക്ക് നിന്ന് റിഹേഴ്സലിന് ഞാൻ പാടണം. എനിക്കൊരു ചെറിയൊരു മൈക്കും കീബോർഡ് മുരളി ആരാണെന്ന് ഓർമ്മയില്ല, ചെറിയ സ്പീക്കർ. കാരണം എന്റെ ശബ്ദം വെള്ളി കേൾക്കണ്ടേ, കാരണം ഇത്രയും പേര് വായിക്കല്ലേ. ആ ഒരു ഫീൽ ഒരിക്കലും നമ്മുടെ ചെറിയ പെട്ടിക്കകത്തോ അല്ലെ TV യിലോ അല്ലെ ഒന്നിലും കിട്ടില്ല. ആ ലൈവ് ഇപ്പൊ ഇവിടെ ഇരുന്ന ഒരു 40 വയലിൻ
അല്ലെ 50 വയലിൻ ഒരു Live പീസ് വായിക്കുമ്പോൾ. വായിക്കുകയാണെങ്കിൽ ഓ. എങ്ങനെ ഇരിക്കും? ഷോ ആ പാട്ടിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് എനിക്ക് ആ വയലൻസിൻ്റെ ഇത് തോന്നി. പിന്നെ ഞാൻ ട്രാക്ക് പാടിയ ഒരു പാട്ടുണ്ട്, കൂട്ടിൽ നിന്നും മേട്ടിൽ ആ. വന്ന് പൈങ്കി, അതും. ഇതൊക്കെ ലൈവായിട്ട് കുറേ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അതിൽ 1-2 പറഞ്ഞു ആഹാ. പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അല്ല അതൊക്കെ ഒരു കാര്യം. നിങ്ങളിപ്പോൾ ഉള്ള ഈ ഒരു ജനറേഷൻ മിസ് ചെയ്യുന്നത് അതാണ്. ഇപ്പം ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊക്കെ വല്ലതും എപ്പോഴോ 12 വർഷത്തിൽ ഒരു തവണയൊക്കെ സംഭവിക്കുന്നതാണ്. അല്ലാതെ ആരും വലുതായിട്ട് ചെയ്യുന്നില്ല. കുറച്ച് ഒരു 15 പേര് വയലിൻ എന്ന് പറഞ്ഞാൽ അത് സെപ്പറേറ്റ് എടുക്കുകയാണ്. അതെ. ഇപ്പം എല്ലാവരും കൂടെ ചേർന്നിരുന്നൊരു പരിപാടിയില്ല, അതിനുള്ള സ്ഥലവും ഇല്ല. അപ്പം അതാത് പോയി അത് കാര്യം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ല. അത്രേ ഉള്ളൂ. താങ്ക് യു സർ. ഷാനിക. മകനെ സാറേ കലക്കി. താങ്ക് യു സാർ. ഈ പാട്ട് ഒരു മൂഡേഷ് പാട്ടാണ്. എത്ര കാലങ്ങളായി ഇതിങ്ങനെ, എത്ര സ്റ്റേജസിൽ എത്രയോ പേര് ഇത് പാടിയിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റേജിൽ വർക്കാവുന്ന ഒരു പാട്ട്, ബ്യൂട്ടിഫുള്ളി പിക്ചറൈസ് ചെയ്ത ഒരു പാട്ട്. ഈ പറഞ്ഞ മഞ്ജരി പറഞ്ഞ പോലെ ഒരു ട്രെയിനിന് പാരലായിട്ട് ഒരു ജീപ്പിൽ രാജേഷ് ഖന്ന, ട്രെയിനകത്ത് ശർമിള ടാഗോർ, പുറകിൽ ഹിമാലയം ഒക്കെ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ, നമ്മുടെ ചെയ്യ ഒക്കെ പോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പിക്ചറൈസ് ചെയ്ത ഒരു സോങ്. പിന്നെ കിഷോർദയുടെ പാട്ടുകൾ എന്ന് പറയുന്നത് എപ്പോഴും മാജിക്കാണ്, ഒരു രക്ഷയില്ല. ഈ സിനിമയിൽ തന്നെ വേറൊരു ഉഗ്രം പാട്ടുണ്ട്, ഏതാണെന്നറിയോ? അരെ ആ റൂപ് തെരാ മസ്താന. ആറ്റിറ്റ്യൂഡാണ് മൂപ്പര്, ഒരു രക്ഷയില്ലാത്ത. ഇതുപോലെ തന്നെ ഇപ്പൊ ഈ മേരെ സപ്നോ കെ റാണി പോലെ തന്നെ മേരെ സാമനെ വാലെ കിടക്കിമേ, അത് വേറൊരു ഐറ്റം. അതിൽ പുള്ളി ഉണ്ട് താനും. അപ്പം മോനിത് ഉഗ്രനായിട്ട് പാടിയിട്ടുണ്ട്. ആ ഒരു ചിയർഫുൾനെസ്, ആ ഒരു പ്ലേഫുൾനെസ്, ആ ഒരു ഡാൻസ്, ആ സംഭവങ്ങളൊക്കെ കലക്കിയിട്ടുണ്ട്. പിന്നെ ഷാനെ, കുഞ്ഞ് ഈ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ യൂണിവേഴ്സൽ ഹിറ്റാണ്. അതെ, സത്യം. ഇപ്പൊ പറഞ്ഞില്ലേ റൂപ് തെരാ. രൂപ് തെരാ മസ്താന, അതെ. കോരാ കാഗസ്, അതുപോലത്തെ പാട്ടുകളൊക്കെ ഇപ്പം ഹിന്ദിയിൽ മാത്രമല്ല, തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഇവിടെയും വെളിയിലും ഇന്റർനാഷണലി ഓൾസോ. അതെ, അല്ലേ? പിന്നെ 100%. അപ്പൊ കലക്കി. താങ്ക് യു സാറേ. താങ്ക് യു. ഐ എം പ്രൗഡ് ഓഫ് യു. താങ്ക് യു ഷാനിക. പറഞ്ഞല്ലോ ഷാന്റെ ആളാണല്ലോ. അതെ. ഓക്കെ, മാർക്സ് വയ്ക്കാം. എം ജി സർ 9.2. താങ്ക് യു സാർ. താങ്ക് യു സർ. ശരത് സർ 9.3. താങ്ക് യു താങ്ക് യു സർ. ചേച്ചി സഞ്ജയുടെ മാർക്സ് ഓക്കെ. സാർ. സോ ടോട്ടൽ 18.5. സൂപ്പർ. ഓക്കേടാ.